സ്റ്റുഡൻസ് നമ്മളിന്ന് മോസ്ഫെറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എഫിറ്റിയുടെ ഡിസഡ്വാൻറ്റേജസ് ആയ ഹൈ ഡ്രെയിൻ റെസിസ്റ്റൻസ്, മോഡറേറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ് ആൻഡ് സ്ലോവർ ഓപ്പറേഷൻ ഇത് ഓവർകം ചെയ്യാനായാണ് മോസ്ഫെറ്റ് ഡെവലപ്പ് ചെയ്തത്. മോസ്ഫെറ്റിൽ ഒരു 4 ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസാണ്. സോഴ്സ്, ഡ്രെയിൻ, ഗേറ്റ്, സബ്സ്ട്രേറ്റ് ഓർ ബോഡി. മോസ്ഫെറ്റിൻ്റെ കൺസ്ട്രക്ഷനിൽ ഗേറ്റിനെയും ചാനലിനെയും ഇൻസുലേറ്റ് ചെയ്ത് ഒരു സിലിക്കൺ ഡൈ ഓക്സൈഡിൻ്റെ ലെയറുണ്ട്. അപ്പോൾ സിലിക്കൺ ഡൈ ഓക്സൈഡ് ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് ചാനൽ. സോ മോസ്ഫെറ്റ് ഈസ് കോൾഡ് IGFET, ഇൻസുലേറ്റഡ് ഗേറ്റ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഗേറ്റിനെ ചാനലുമായിട്ട് ഇൻസുലേറ്റ് ചെയ്ത് നിർത്താനായിട്ട് ഒരു സിലിക്കൺ ഡൈ ഓക്സൈഡിൻ്റെ ലെയർ ഉള്ളത് കൊണ്ടാണ് അതിനെ IGFET എന്ന് പറയുന്നത്. മോസ്ഫെറ്റിൻ്റെ കൺസ്ട്രക്ഷനിൽ ഒരു ലൈറ്റ്ലി ഡോപ്ഡ് സബ്സ്ട്രേറ്റിൽ ഒരു ഹെവിലി ഡോപ്ഡ് റീജിയൻ ഡിഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഏത് തരം സബ്സ്ട്രേറ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിനെ P ടൈപ്പ് എന്നും N ടൈപ്പ് എന്നും പറയാം. ഇപ്പോൾ N ടൈപ്പ് മോസ്ഫെറ്റിൽ സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് N മെറ്റീരിയൽ ആയിരിക്കും. P ടൈപ്പ് മോസ്ഫെറ്റിൽ സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് P ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ ഒരു ലൈറ്റ്ലി ഡോപ്ഡ് സ്ട്രക്ചറിനകത്ത് ഒരു ഹെവിലി ഡോപ്ഡ് റീജിയൻ ഡിഫ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു N ടൈപ്പാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് N ടൈപ്പ് മെറ്റീരിയലാണ്. അത് ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. അതിനകത്തൊരു ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള P ടൈപ്പ് മെറ്റീരിയൽ ഡിഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഗേറ്റിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജാണ് മോസ്ഫെറ്റിൻ്റെ ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഗേറ്റ് വോൾട്ടേജാണ്. പോസിറ്റീവും നെഗറ്റീവും ഗേറ്റ് വോൾട്ടേജും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നെഗറ്റീവ് ഗേറ്റ് ബയസ് വോൾട്ടേജാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എന്നും, പോസിറ്റീവ് ഗേറ്റ് ബയസ് വോൾട്ടേജാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് എന്നും പറയും. അപ്പോൾ ദ വോൾട്ടേജ് അപ്ലൈഡ് അറ്റ് ദ ഗേറ്റ് കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് മോസ്ഫെറ്റ്. ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വോൾട്ടേജസ് ക്യാൻ ബി അപ്ലൈഡ് ഓൺ ദ ഗേറ്റ്. ഇഫ് ദ ഗേറ്റ് വോൾട്ടേജ് ഈസ് നെഗറ്റീവ്, it acts as in depletion mode. If the gate bias voltage is positive, it acts as an enhancement. Mode. മോസ്ഫെറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. 2 ടൈപ്പിലുള്ള മോസ്ഫെറ്റാണുള്ളത്. ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റും ഉണ്ട്, എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റും ഉണ്ട്. ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. N ചാനൽ ഡിപ്ലീഷൻ ടൈപ്പ് എന്നും P ചാനൽ ഡിപ്ലീഷൻ ടൈപ്പ് എന്നും. അതുപോലെ തന്നെ എൻഹാൻസ്മെൻറ്റ് ടൈപ്പിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. N ചാനൽ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് എന്നും P ചാനൽ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യാം. മോസ്ഫെറ്റ് 2 രീതിയിലാണ്, ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റും എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റും. അതിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഉപയോഗിക്കുന്ന സബ്സ്ട്രേറ്റ് അനുസരിച്ച് N ചാനൽ എന്നും P ചാനൽ എന്നും ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിനെ നമ്മൾ ഡി മോസ്ഫെറ്റ് എന്നാണ് പറയുന്നത്. അതിന് 2 മോഡിലും വർക്ക് ചെയ്യാൻ പറ്റും. ഡിപ്ലീഷൻ മോഡിലും വർക്ക് ചെയ്യാൻ പറ്റും, എൻഹാൻസ്മെൻറ്റ് മോഡിലും വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിനെ DE മോസ്ഫെറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിന് 2 മോഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഡിപ്ലീഷൻ മോഡിലും വർക്ക് ചെയ്യാൻ പറ്റും, എൻഹാൻസ്മെൻറ്റ് മോഡിലും വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിനെ DE മോസ്ഫെറ്റ് എന്നാണ് പറയുന്നത്. ഡിപ്ലീഷൻ മോഡെന്ന് വെച്ചാൽ ഗേറ്റ് ബയസ് വോൾട്ടേജ് നെഗറ്റീവും, എൻഹാൻസ്മെൻറ്റ് മോഡെന്ന് വെച്ചാൽ ഗേറ്റ് ബയസ് വോൾട്ടേജ് പോസിറ്റീവ്. ഈ 2 മോഡിലും ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിന് ഓൺലി എൻഹാൻസ്മെൻറ്റ് മോഡിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഗേറ്റ് ബയസ് വോൾട്ടേജ് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റിനെ അതുകൊണ്ട് തന്നെ E മോസ്ഫെറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിനെ DE മോസ്ഫെറ്റ് എന്നും എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റിനെ E മോസ്ഫെറ്റ് എന്നുമാണ് പറയുന്നത്. ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിന് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 0 ആണെങ്കിൽ പോലും കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിന് 2 മോഡിൽ വർക്ക് ചെയ്യാൻ പറ്റും, ഡിപ്ലീഷൻ മോഡിലും എൻഹാൻസ്മെൻറ്റ് മോഡിലും. ഡിപ്ലീഷൻ മോഡ് എന്ന് പറയുമ്പോൾ ഗേറ്റ് ബയസ് വോൾട്ടേജ് നെഗറ്റീവും, എൻഹാൻസ്മെൻറ്റ് മോഡ് എന്ന് പറയുമ്പോൾ ഗേറ്റ് ബയസ് വോൾട്ടേജ് പോസിറ്റീവുമാണ്. അതുപോലെ തന്നെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 0 ആണെങ്കിൽ പോലും ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിന് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിനെ നോർമലി ഓൺ മോസ്ഫെറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിനെ നോർമലി ഓൺ മോസ്ഫെറ്റ് എന്ന് പറയാൻ കാരണം അതിന് ഡിപ്ലീഷൻ മോഡിലും വർക്ക് ചെയ്യാൻ പറ്റുന്നു, ഈ എൻഹാൻസ്മെൻറ്റ് മോഡിലും വർക്ക് ചെയ്യാൻ പറ്റുന്നു. അതുകൂടാതെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നെഗറ്റീവ് ആണെങ്കിലും ഇത് ഓപ്പറേറ്റ് ചെയ്യും. അതുകൊണ്ട് അതിനെ നോർമലി ഓൺ മോസ്ഫെറ്റ് എന്നാണ് പറയുന്നത്. ഇനി ഡി മോസ്ഫെറ്റ് 2 ടൈപ്പ് ഉണ്ട്. ഉപയോഗിക്കുന്ന സബ്സ്ട്രേറ്റിൻ്റെ മെറ്റീരിയൽ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അത് N ചാനൽ ഡി മോസ്ഫെറ്റും ഉണ്ട്, P ചാനൽ ഡി മോസ്ഫെറ്റും ഉണ്ട്. ഈ കാണുന്ന സിമ്പൽ എന്ന് പറയുന്നത് ഒരു ഡിപ്ലീഷൻ മോസ്ഫെറ്റാണ്. അതിനകത്ത് ഗേറ്റ് കാണിച്ചിട്ടുണ്ട്, ഡ്രെയിൻ കാണിച്ചിട്ടുണ്ട്, സോഴ്സ് കാണിച്ചിട്ടുണ്ട്. ഈ ആരോ കാണിച്ചിരിക്കുന്നതാണ് സബ്സ്ട്രേറ്റ്. അത് ആരോ ഉള്ളിലേക്കാണെങ്കിൽ അതിനെ N ചാനൽ എന്നും, ആരോ പുറത്തേക്കാണെങ്കിൽ അതിനെ P ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എന്നുമാണ് പറയുന്നത്. ഇത് രണ്ടുമാണ് ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ്. അപ്പോൾ നോക്കി, ഗേറ്റ് കാണിച്ചിട്ടുണ്ട്. ഗേറ്റ് വോൾട്ടേജാണ് കൺട്രോൾ ചെയ്യുന്നത്.
ഏത് മോഡിൽ വർക്ക് ചെയ്യണമെന്ന് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഡ്രെയിനുണ്ട്, സോഴ്സ് ഉണ്ട്. പിന്നെ നാലാമത്തെ ടെർമിനലാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അതാണ് ആരോ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ആ ടെർമിനൽ ആരോ ഉള്ളിലേക്കാണെങ്കിൽ അതിനെ നമ്മൾ എൻ ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എന്നും, ആരോ പുറത്താണെങ്കിൽ അതിനെ പി ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് എൻ ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റും താഴെ പി ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റുമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു എൻ ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് കണ്ടക്റ്റിംഗ് ബാർ എന്ന് പറയുന്നത് ഒരു എൻ ടൈപ്പ് മെറ്റീരിയലാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഗേറ്റ് ഉണ്ട്, റൈറ്റ് സൈഡിൽ പി റീജിയനാണ് ഉള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഗേറ്റിൽ, റൈറ്റ് സൈഡിൽ പി റീജിയനും കാണിച്ചിട്ടുണ്ട്. ഈ പി റീജിയനാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അത് ഈ കണ്ടക്റ്റിംഗ് പാത്ത്, അതായത് ഈ ചാനലിന് കാണിച്ചിരിക്കുന്ന ആ കണ്ടക്റ്റിംഗ് പാത്തിനെ റിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ചാനൽ എന്താണ്? എൻ ടൈപ്പ് മെറ്റീരിയലാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഗേറ്റ് കാണിച്ചിട്ടുണ്ട്. ഗേറ്റിനെയും ചാനലിനെയും ഇൻസുലേറ്റ് ചെയ്ത് സിലിക്കൺ ഡൈ ഓക്സൈഡിൻ്റെ ലെയർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ എന്തുണ്ട്? പി ടൈപ്പ് ഉണ്ട്, പി ടൈപ്പ് റീജിയൻ ഉണ്ട്. അതിനെ നമ്മൾ സബ്സ്ട്രേറ്റ് എന്നാണ് പറയുന്നത്. ആ സബ്സ്ട്രേറ്റ് ചാനലിൻ്റെ സൈസിനെ റിഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കാണ്. ഈ എൻ ടൈപ്പ് മെറ്റീരിയലിലൂടെ ഇലക്ട്രോൺസ് സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഗേറ്റിനെയും ചാനലിനെയും ഇൻസുലേറ്റ് ചെയ്ത് സിലിക്കൺ ഡൈ ഓക്സൈഡിൻ്റെ ലെയറുണ്ട്. അപ്പോൾ ഒരു നെഗ്ലിജിബിൾ ഗേറ്റ് കറണ്ടാണ്. നമ്മളിപ്പോൾ ഒരു ഗേറ്റ് വോൾട്ടേജ് പോസിറ്റീവ് കൊടുത്താൽ പോലും ഒരു നെഗ്ലിജിബിൾ ഗേറ്റ് കറണ്ടാണ് ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡയഗ്രാം കൂടി ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ ചാനൽ എൻ ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റിനകത്ത് ചാനൽ എൻ ടൈപ്പ് ആയിരിക്കും. റൈറ്റ് സൈഡിലൊരു പി ടൈപ്പ് സബ്സ്ട്രേറ്റും ലെഫ്റ്റ് സൈഡിലൊരു ഗേറ്റ് റീജിയനും ഉണ്ട്. ഗേറ്റിനെയും ചാനലിനെയും ഇൻസുലേറ്റ് ചെയ്ത് സിലിക്കൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു ലെയറുണ്ട്. കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത്, അതായത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കാണ്. ഇലക്ട്രോൺസ് സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ സിലിക്കൺ ഡൈ ഓക്സൈഡ് ലെയർ ഗേറ്റിനെ ചാനലിൽ നിന്ന് ഇൻസുലേറ്റ് ചെയ്യുന്നു. കൺസ്ട്രക്ഷൻ ഡയഗ്രാം കൂടി ശ്രദ്ധിക്കാം. ഇനി ഡിപ്ലീഷൻ മോസ്ഫെറ്റിൻ്റെ ഓപ്പറേഷനാണ് നമ്മൾ പറയുന്നത്. ഡിപ്ലീഷൻ മോസ്ഫെറ്റിന് രണ്ട് മോഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഡിപ്ലീഷൻ മോഡിലും വർക്ക് ചെയ്യാൻ പറ്റും, എൻഹാൻസ്മെൻറ്റ് മോഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഡിപ്ലീഷൻ മോഡെന്ന് പറയുമ്പോൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നെഗറ്റീവും, എൻഹാൻസ്മെൻറ്റ് മോഡെന്ന് പറയുമ്പോൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഡിപ്ലീഷൻ മോസ്ഫെറ്റിൻ്റെ എൻറ്റയർ സ്ട്രക്ചർ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു പ്ലേറ്റായിട്ട് ഗേറ്റും ഒരു പ്ലേറ്റായിട്ട് നമ്മുടെ ചാനലുമാണ് യൂസ് ചെയ്യുന്നത്. അതിനിടയിലുള്ള ഡൈഇലക്ട്രിക് ആയിട്ട് സിലിക്കൺ ഡൈ ഓക്സൈഡ് ആക്ട് ചെയ്യും. അപ്പോൾ ഇത് എൻറ്റയർ സ്ട്രക്ചർ ഓഫ് ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ആക്ട് ആസ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അവിടെ ഗേറ്റാണ് ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് ചാനലാണ്. അതിനിടയിലുള്ള സിലിക്കൺ ഡൈ ഓക്സൈഡ് ലെയർ ആണ് ഡൈഇലക്ട്രിക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ വർക്കിംഗ് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു പ്ലേറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഇത് ഇൻഡ്യൂസസ് എ പോസിറ്റീവ് ചാർജ് ഓൺ ദ അതർ പ്ലേറ്റ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഇൻഡ്യൂസസ് എ നെഗറ്റീവ് ചാർജ് ഓൺ ദ അതർ പ്ലേറ്റ്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ഡിപ്ലീഷൻ മോസ്ഫെറ്റിന് ഡിപ്ലീഷൻ മോഡിലും വർക്ക് ചെയ്യാൻ പറ്റും, എൻഹാൻസ്മെൻറ്റ് മോഡിലും വർക്ക് ചെയ്യാൻ പറ്റും. ഡിപ്ലീഷൻ മോഡെന്ന് പറയുമ്പോൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നെഗറ്റീവും, എൻഹാൻസ്മെൻറ്റ് മോഡെന്ന് പറയുമ്പോൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് പോസിറ്റീവും ആയിരിക്കും. അപ്പോൾ ഈ എൻറ്റയർ സ്ട്രക്ചർ ഓഫ് ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഗേറ്റ് ഉണ്ട്, അതാണ് ഒരു പ്ലേറ്റ്. പിന്നെ സിലിക്കൺ ഡൈ ഓക്സൈഡ് ലെയർ, അതാണ് അവിടുത്തെ ഡൈഇലക്ട്രിക്. അടുത്തത് എന്താണ്? ചാനൽ, അതാണ് അടുത്ത പ്ലേറ്റ്. അപ്പോൾ രണ്ട് പ്ലേറ്റും അതിനിടയിൽ ഒരു ഡൈഇലക്ട്രിക്കും. അപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററായി. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റിലൊരു ചാർജ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജാണ് മറ്റേ പ്ലേറ്റിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഡിപ്ലീഷൻ മോസ്ഫെറ്റിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അത് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഡിപ്ലീഷൻ എൻ ചാനലിൻ്റെ ഡിപ്ലീഷൻ മോഡാണ് നമ്മൾ വർക്കിംഗ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഡിപ്ലീഷൻ മോഡെന്ന് പറയുമ്പോൾ നമ്മുടെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. അതിൽ ഗേറ്റിൽ നിന്ന് വരുന്ന ടെർമിനൽ നമ്മൾ നെഗറ്റീവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് VGG എന്ന് പറയുന്ന വോൾട്ടേജിൽ ബാറ്ററിയുടെ നെഗറ്റീവാണ് ഗേറ്റിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡിപ്ലീഷൻ നെഗറ്റീവ് വോൾട്ടേജാണ് കൊടുത്തിരിക്കുന്നത്, ഗേറ്റ് വോൾട്ടേജാണ്. അതുകൊണ്ടാണ് അത് ഡിപ്ലീഷൻ മോഡിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു എൻ ചാനലാണ് കാണിച്ചിരിക്കുന്നത്. ചാനൽ എന്നും
റൈറ്റ് സൈഡിൽ പി മെറ്റീരിയലുമാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഗേറ്റ് വോൾട്ടേജ് നെഗറ്റീവാണ്. അപ്പോൾ അത് ഗേറ്റ് ഒരു പാരലൽ പ്ലേറ്റിൻ്റെ ഒരു പ്ലേറ്റാണ്. അവിടെ ഒരു നെഗറ്റീവ് വോൾട്ടേജ്, ആ പ്ലേറ്റിൽ ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ അടുത്ത പ്ലേറ്റിൽ അത് എന്ത് ചാർജാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? പോസിറ്റീവ് വോൾട്ടേജാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതായത് അത് ചാനലിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. അതായത് ഗേറ്റാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഒരു പ്ലേറ്റ്. അവിടെ ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ചാനലാണ് അടുത്ത പ്ലേറ്റ്, അവിടെ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ചാനലിൽ പോസിറ്റീവ് അയോൺസ് ആകും. അപ്പോൾ നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ചാനൽ എൻ ടൈപ്പ് മെറ്റീരിയലാണ്, അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ പോസിറ്റീവ് ചാർജാണ്. അവിടെയുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാതാവും, ഡിപ്ലീറ്റഡ് ആവും. ചാനലിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് റെഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കൂട്ടിക്കൊടുക്കുമ്പോൾ നെഗറ്റീവ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ്, അത് കൂടുന്നതിനനുസരിച്ച് അത് ചാനലിലേക്ക് പോസിറ്റീവ് ചാർജിനെ ഇൻഡ്യൂസ് ചെയ്യും. ചാനലിൽ എൻ ടൈപ്പ് മെറ്റീരിയലാണ്, അവിടെ ഫ്രീ ഇലക്ട്രോൺസാണ് ഉള്ളത്, പക്ഷേ വരുന്നത് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ചാനലിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഡിപ്ലീറ്റഡ് ആയി പോകും. ഇല്ലാതാകുന്നതിന് കൊണ്ടാണ് ആ മോഡിനെ എന്തെന്ന് പറയുന്നത്? ഡിപ്ലീഷൻ മോഡെന്ന് പറയുന്നത്. അപ്പോൾ ചാനലിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാതാകുന്നു. അതായത് ഡ്രെയിൻ കറൻറ്റ്, സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കുള്ള ഇലക്ട്രോൺസിൻ്റെ അളവ് കുറയുന്നു. അതായത് ഡ്രെയിൻ കറൻറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നെഗറ്റീവാണ്. ഗേറ്റിൽ കൊടുക്കുന്ന വോൾട്ടേജ് നെഗറ്റീവ് ആയതുകൊണ്ട് അത് ചാനലിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജാണ്. ചാനൽ ഇവിടെ എൻ ടൈപ്പ് മെറ്റീരിയലാണ്, അവിടെ പോസിറ്റീവ് ചാർജാണ് വരുന്നത്. ചാനലിലുള്ളതിൽ ഇലക്ട്രോൺസ് ആണെങ്കിലും ഇൻഡ്യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ചാനലിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? ചാനൽ കംപ്ലീറ്റഡ് ആയിട്ട് ഡിപ്ലീറ്റഡ് ആകുന്നു, ഫ്രീ ഇലക്ട്രോൺസ് ഡിപ്ലീറ്റഡ് ആകുന്നു. അതുകൊണ്ടാണ് ഈ മോഡിന് ഡിപ്ലീഷൻ മോഡെന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കുള്ള ഇലക്ട്രോൺസിൻ്റെ അളവ് കുറയുന്നു, ഡ്രെയിൻ കറൻറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കൂട്ടിക്കൊണ്ടേയിരുന്നു. ഒരു പർട്ടിക്കുലർ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എത്തുമ്പോൾ ചാനൽ കംപ്ലീറ്റഡ് ആയിട്ട് ഡിപ്ലീറ്റഡ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആവും, ഡ്രെയിൻ കറൻറ്റ് 0 ആകും. അപ്പം നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജിൽ ഇത് ഒരു സാധാരണ ജെഫെറ്റിനെ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്ലീഷൻ മോഡിൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നെഗറ്റീവ് ആകുമ്പോൾ അത് ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് പോസിറ്റീവാണ്. ചാനലിൽ എൻ ടൈപ്പ് ഫ്രീ ഇലക്ട്രോൺസ് ആണുള്ളത്. ഒരു പർട്ടിക്കുലർ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എത്തുമ്പോൾ ഈ ചാനലിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് കംപ്ലീറ്റഡ് ആയിട്ട് ഡിപ്ലീറ്റഡ് ആവുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? VGS ഓഫ്. അതായത് ചാനൽ ഈസ് ടോട്ടലി ഡിപ്ലീറ്റഡ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ ആൻഡ് ഡ്രെയിൻ കറൻറ്റ് റെഡ്യൂസസ് ടു 0. ഇനി നമ്മൾ എൻഹാൻസ്മെൻറ്റ് മോഡാണ് പറയുന്നത്. ഈ എൻഹാൻസ്മെൻറ്റ് മോഡിൽ നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പോസിറ്റീവ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കി VGG അത് പ്ലസ് ടെർമിനലാണ് ഗേറ്റിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജാണ് നമ്മൾ കൊടുക്കുന്നത്. പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ആ ഗേറ്റ് എന്ന് പറയുന്ന പ്ലേറ്റ് ചാനൽ എന്ന പ്ലേറ്റിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജാണ്. ചാനൽ ഓൾറെഡി എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് ആണ്, എൻ ടൈപ്പ് മെറ്റീരിയലാണ്, അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് എന്താണ്? ഇലക്ട്രോൺസ് ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ ചാനൽ ഇൻക്രീസ്ഡ്. അപ്പോൾ ചാനലിൽ ഓൾറെഡി ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, ഇൻഡ്യൂസ് ചെയ്യുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ചാനലിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് എൻഹാൻസ് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഗേറ്റ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് അവിടെ ഫ്രീ ഇലക്ട്രോൺസ് കൂടുന്നു, കണ്ടക്ടിവിറ്റി കൂടുന്നു. അപ്പോൾ എന്ത് ചെയ്യാണ്? ഫ്രീ ഇലക്ട്രോൺസിന് കണ്ടക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാണ്, ഫ്രീ ഇലക്ട്രോൺസ് കൂടുകയാണ്. അപ്പോൾ ആ മോഡിനെയാണ് നമ്മൾ എൻഹാൻസ്മെൻറ്റ് മോഡെന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റിന് നോർമലി ഓൺ മോസ്ഫെറ്റ് എന്ന് പറയാൻ കാരണം അതിന് ഡിപ്ലീഷൻ മോഡും എൻഹാൻസ്മെൻറ്റ് മോഡും ഉണ്ട്. അതുപോലെ തന്നെ 0 ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണെങ്കിൽ പോലും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ നോർമലി ഓൺ മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഡിപ്ലീഷൻ മോസ്ഫെറ്റിന് 2 മോഡിൽ വർക്ക് ചെയ്യാൻ പറ്റും, ഡിപ്ലീഷൻ മോഡും എൻഹാൻസ്മെൻറ്റ് മോഡും. ഡിപ്ലീഷൻ മോഡിൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നെഗറ്റീവും എൻഹാൻസ്മെൻറ്റ് മോഡിൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് പോസിറ്റീവോ ആയിരിക്കും. അപ്പോൾ അവിടെ ഗേറ്റും ചാനലുമാണ് മെറ്റാലിക് പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സിലിക്കൺ ഡൈ ഓക്സൈഡാണ് ഡൈലക്ട്രിക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദ ടോട്ടൽ സ്ട്രക്ചർ ആക്ട് ആസ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേറ്റ് നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ചാർജ് അതർ പ്ലേറ്റിൽ ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്ലീഷൻ മോഡ് പറയുക, നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എൻ ചാനലിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് കുറയുന്നു. ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ എൻ ചാനലിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ് ആകുന്നു. അതാണ് ഡിപ്ലീഷൻ മോഡ്. എൻഹാൻസ്മെൻറ്റ് മോഡിൽ നമ്മൾ പോസിറ്റീവ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ
അത് ഇൻഡ്യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജാണ് ചാനൽ ഓൾറെഡി ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൂടാതെ ഈ ഫ്രീ ഇലക്ട്രോൺസ് കൂടി വന്നു, ചാനലിലുള്ള ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടി, കണ്ടക്ടിവിറ്റി കൂടി. അത് എൻഹാൻസ് ചെയ്യാണ്, ഫ്രീ ഇലക്ട്രോൺസിനെ എൻഹാൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ എൻഹാൻസ്മെൻറ്റ് മോഡ് എന്ന് പറയുന്നത്. ഇതൊരു പി ചാനൽ മോസ്ഫെറ്റാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചാനൽ എന്ന് പറയുന്നത് എന്താണ്? പി ടൈപ്പ് മെറ്റീരിയലാണ്. ചാനൽ എന്ന് പറയുന്നത് പി ടൈപ്പ് മെറ്റീരിയലും റൈറ്റ് സൈഡിൽ ഒരു എൻ ടൈപ്പ് സബ്സ്ട്രേറ്റുമാണ് ഉള്ളത്, ലൈറ്റ്ലി ഡോപ്ഡ് എൻ ടൈപ്പ് സബ്സ്ട്രേറ്റ്. അതിനകത്ത് രണ്ട് ഹെവിലി ഡോപ്ഡ് P+ റീജിയൻ, അതിനകത്ത് അത് ഒരെണ്ണം സോഴ്സായിട്ടും ഒരെണ്ണം ഡ്രെയിനായിട്ടും ആക്ട് ചെയ്യുന്നു. സിലിക്കൺ ഡൈ ഓക്സൈഡ് ലെയർ ഡൈഇലക്ട്രിക് ആയിട്ടുണ്ട്. ചാനലിനെയും ഗേറ്റിനെയും ഇൻസുലേറ്റ് ചെയ്ത് സിലിക്കൺ ഡൈ ഓക്സൈഡ് ലെയറുണ്ട്. ഓക്കെ, അപ്പോൾ പി ചാനൽ മോസ്ഫെറ്റിൻ്റെ സിമ്പൽ കാണിച്ചിട്ടുണ്ട്, ആരോ പുറത്തേക്ക്, സബ്സ്ട്രേറ്റിൽ നിന്നുള്ള ആരോ പുറത്തേക്ക് കാണിച്ചിട്ടുണ്ട്. ഈ രണ്ട് സിമ്പലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരെണ്ണത്തിനകത്ത് ആരോ പുറത്തേക്ക് കാണിച്ച് സബ്സ്ട്രേറ്റ് എന്ന് എഴുതിയിട്ടേ ഉള്ളൂ. പിന്നെ അടുത്ത ഡയഗ്രത്തിൽ സബ്സ്ട്രേറ്റ് സോഴ്സ് കൂടി ഷോട്ട് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് രീതിയിൽ ഇതിൻ്റെ സിമ്പൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. PMOSൻ്റെ വർക്കിംഗ് ശ്രദ്ധിച്ചോളൂ. നമ്മൾ PMOSൽ നമ്മളൊരു വോൾട്ടേജ്, ഒരു നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ PMOSൻ്റെ ചാനൽ എന്ന് പറയുന്നത് P ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നെഗറ്റീവ് വോൾട്ടേജ് ആണെങ്കിൽ അത് ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് എന്തായിരിക്കും? പോസിറ്റീവാണ്. ഓൾറെഡി ചാനൽ P ആണ്, ഇൻഡ്യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഹോൾസ് അവിടെ എന്ത് ചെയ്യാണ്? ഹോൾ കറൻറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഹോൾ കറൻറ്റിനെ ഇൻക്രീസ് ചെയ്ത് കണ്ടക്ടിവിറ്റി കൂടുകയാണ്. അതുകൊണ്ടാണ് അതിനെ എൻഹാൻസ്മെൻറ്റ് മോഡ് എന്നാണ് പറയുന്നത്. അതായത് Pയിൽ ശ്രദ്ധിക്കണം, നമ്മൾ കൊടുക്കുന്നത് ഗേറ്റ് വോൾട്ടേജ് നെഗറ്റീവാണ്, അത് ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് പോസിറ്റീവാണ്. P ചാനലാണ്, അപ്പോൾ ചാനൽ ഓൾറെഡി P ആണ്, അപ്പോൾ ഇൻഡ്യൂസ് ചെയ്ത് വരുന്നതും പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഹോൾ കറൻറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു, അതായത് ഹോൾ കറൻറ്റിനെ എൻഹാൻസ് ചെയ്യുന്നു. ഓൾറെഡി P ചാനലാണ്, അവിടെ ഹോൾസ് ഉണ്ട്. കൊടുക്കുന്ന വോൾട്ടേജ് നെഗറ്റീവാണ്, ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് അതുകൊണ്ട് പോസിറ്റീവാണ്. അപ്പോൾ ഹോൾ കറൻറ്റ് ടോട്ടലി ചാനലിൽ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ആ മോഡിനെ നമ്മളവിടെ എൻഹാൻസ്മെൻറ്റ് മോഡ് എന്നാണ് പറയുന്നത്. അതായത് ഗേറ്റ് ടെർമിനൽ നെഗറ്റീവ് വരുന്ന മോഡാണ് അവിടെ എൻഹാൻസ്മെൻറ്റ് മോഡ്. ഇനി തിരിച്ചു പറയൂ, ഗേറ്റ് ടെർമിനൽ നമ്മൾ പോസിറ്റീവ് കൊടുത്തു, അപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് നെഗറ്റീവാണ്. ഓൾറെഡി P ചാനലാണ്, അവിടെ പക്ഷെ വരുന്നത് എന്താണ്? നെഗറ്റീവ് ചാർജാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ചാനലിലുള്ള കറൻറ്റ് റെഡ്യൂസ് ചെയ്യും. കാര്യം വരുന്നത് എന്താണ്? ഇലക്ട്രോൺസാണ് വരുന്നത്. അവിടെ ഉള്ളത് എന്താണ്? ഹോൾസാണുള്ളത്. P ചാനലിലുള്ളത് ഹോൾസാണ്. അപ്പോൾ PMOS അവിടെ എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു ഡിപ്ലീഷൻ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് PMOSൽ ഗേറ്റ് വോൾട്ടേജ് നെഗറ്റീവ് കൊടുത്താലാണ് അവിടെ എൻഹാൻസ്മെൻറ്റ് മോഡിൽ വർക്ക് ചെയ്യുന്നത്. കാര്യം നെഗറ്റീവ് കൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ P ചാനലാണ്, ചാനൽ P ആണ്, അവിടെ ഹോൾസ് ഓൾറെഡി ഉണ്ട്. വരുന്നതും എന്താണ്? ഹോൾസാണ്. അപ്പോൾ ഹോൾസ് എൻഹാൻസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അവിടെ എൻഹാൻസ്മെൻറ്റ് മോഡെന്ന് പറയുന്നത്. അതേസമയം നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് എങ്കിൽ അത് ഇൻഡ്യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജാണ്. ചാനൽ P ആണ്, വരുന്നത് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ചാനലിലെ കറൻറ്റ് ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ആ മോഡിൽ PMOS എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഡിപ്ലീഷൻ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മോസ്ഫെറ്റിൻ്റെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡ്രെയിൻ കറൻറ്റും ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജും, ഔട്ട്പുട്ടിലെ കറൻറ്റും ഔട്ട്പുട്ടിലെ വോൾട്ടേജും തമ്മിലുള്ള റിലേഷനാണ്. ഔട്ട്പുട്ടിലെ കറണ്ട് എന്ന് പറയുന്നത് ഡ്രെയിൻ കറൻറ്റാണ്, ഔട്ട്പുട്ടിലെ വോൾട്ടേജ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ്. ഈ രണ്ടും തമ്മിലുള്ള റിലേഷനാണ് ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡ്രെയിൻ കറൻറ്റും ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷനാണ് അറ്റ് കോൺസ്റ്റൻറ്റ് VGS. അപ്പോൾ നമുക്കറിയാം VGS 0 ആണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ മോസ്ഫെറ്റ് ഡിപ്ലീഷൻ മോഡിലും, VGS പോസിറ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ എൻഹാൻസ്മെൻറ്റ് മോഡും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന VDS ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചു. അതായത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 0 ആണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അതിന് ഡിപ്ലീഷൻ മോഡെന്നും, പോസിറ്റീവ് ആണെങ്കിൽ അതിന് എൻഹാൻസ്മെൻറ്റ് മോഡെന്നും പറഞ്ഞു. നമ്മൾ ഇവിടെ VDSും IDയും തമ്മിലുള്ള റിലേഷനാണ്. അതായത് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് നമ്മൾ കൂട്ടി കൊടുക്കുന്നു, അപ്പോൾ ഡ്രെയിൻ കറൻറ്റ് എന്ത് സംഭവിക്കുന്നു? ഡ്രെയിൻ കറൻറ്റ് കൂടുന്നു. സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നു, അപ്പോൾ ഡ്രെയിൻ കറൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ആ റീജിയനെയാണ് നമ്മൾ ഓമിക് റീജിയനായിട്ട് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഓമിക് റീജിയനിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് VGS, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രെയിൻ കറൻറ്റിനെ ഈ VGS എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞില്ലേ, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ അവിടെ ഡ്രെയിൻ കറൻറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ. അപ്പോൾ ഡ്രെയിൻ കറൻറ്റിനെ ആര് കൺട്രോൾ ചെയ്യും? VGS. ഒരു ലിമിറ്റ് കഴിയുമ്പോൾ VGS കൺട്രോൾ ചെയ്യും. അപ്പോൾ ഗേറ്റ് കറൻറ്റ് കൺട്രോൾസ് ദ ഔട്ട്പുട്ട് ഡ്രെയിൻ കറൻറ്റ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? കറൻറ്റ് മാക്സിമം ഇൻക്രീസ് ചെയ്തിട്ട് ആ ഓമിക് റീജിയൻ കഴിഞ്ഞിട്ട്
ആ മാക്സിമം ആ റീജിയനെ നമ്മൾ പിഞ്ച് ഓഫ് എന്നാണ് പറയുന്നത്. വി ഡി എസ് ബിക്കം ഈക്വൽ ടു പിഞ്ച് ഓഫ് വോൾട്ടേജ്. അതായത് അതിന് ശേഷം അത് സാച്ചുറേറ്റഡ് ആണ്, ഡ്രെയിൻ കറണ്ട് സാച്ചുറേറ്റഡ് ആവുന്നു. അതാണ് സാച്ചുറേഷൻ റീജിയൻ എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഒരു വി ജി എസ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ത് ചെയ്യാണ്, ഡ്രെയിൻ കറണ്ടിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സിൽ ഡിപ്ലീഷൻ മോഡും എൻഹാൻസ്മെൻറ്റ് മോഡും കാണിച്ചിട്ടുണ്ട്. വി ജി എസ് പോസിറ്റീവ് ആക്കി വെക്കുന്നത് എൻഹാൻസ്മെൻറ്റും, വി ജി എസ് നെഗറ്റീവ് ഡിപ്ലീഷൻ മോഡ്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഓർക്കേണ്ടത്. ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഡ്രെയിൻ കറണ്ട് ഓമിക് റീജിയനിൽ കൂടും. പക്ഷേ അവിടെ വി ജി എസിൻ്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ ഡ്രെയിൻ കറണ്ടിനെ വി ജി എസ് കൺട്രോൾ ചെയ്യുകയും ഗേറ്റ് കറണ്ട് എന്ത് ചെയ്യുന്നു, ഡ്രെയിൻ കറണ്ടിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ മോസ്ഫെറ്റ് ഒരു സാച്ചുറേഷൻ മോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ കറണ്ടാണ് IDSS, സാച്ചുറേഷൻ റീജിയൻ ഓഫ് ഓപ്പറേഷനാണ് അതിന് ശേഷമുള്ളത്.